ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 4, ശ്ലോക 6. ധ്യായതാം സകലമൂർത്തിം ഇദൃശീം ഉന്മിഷൻ മധുരദാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേ അവഭാസത്തെ. ധ്യായതാം, ധ്യാനം എന്ന് പറയുന്ന ആ ഒരു അഭ്യാസം, സകളമൂർത്തി, എല്ലാ അവയവത്തിൻ്റെയും രൂപം, ഈദൃശീം കാണപ്പെടുന്ന, ഉന്മിഷൻ ആകൃഷ്ടമാകുന്ന യോഗികൾ, മധുരത അഭിവ്യക്തമായ മാധുര്യം തരുന്നത്, ഹൃദാത്മനാം വശീകൃതമായ ഹൃദയത്തിന്റെ ഉടമ, സാന്ദ്ര മോദ രസ ആനന്ദത്തോടു കൂടിയുള്ള ആ സ്വരൂപം, രൂപം ബ്രഹ്മമയമായ ആ ഒരു വികാരം, ആന്തരം മനസ്സ് കൊണ്ട് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്, ബ്രഹ്മരൂപം പരമോന്നത സ്വരൂപം. അയി ഹേ ഭഗവാൻ, തേ ഭഗവാന്റെ, അവഭാസതേ പ്രകാശിച്ചു വർത്തിക്കുന്ന, ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരദാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ. ഭഗവാനെ പല രീതിയിൽ മനസ്സുകൊണ്ട് ആദരിക്കാം. അങ്ങനെ ഒരു അഭ്യാസമാണ് ധ്യാനം. ധ്യാനത്തിൽ ഭഗവാന്റെ അവയവ രൂപത്തെ മുഴുവനും മനസ്സുകൊണ്ട് കാണുന്നു. അതുപോലെ ആകൃഷ്ടരായ ആ യോഗികൾ മനസ്സിന്റെ പൂർണ്ണ കേന്ദ്രവും ഭഗവാനിൽ അർപ്പിക്കുന്നു. അതിലൂടെ അഭിവ്യക്തമായ മാധുര്യത്തെ അനുഭവിക്കുന്നു. ഭഗവാന്റെ വശീകൃതമായ ഹൃദയത്തിൽ ഒരു അംശമായി മാറുന്നു. അങ്ങനെ ആനന്ദത്തോടുകൂടിയ ആ ബ്രഹ്മസ്വരൂപത്തെ ആ യോഗികൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കും ബ്രഹ്മം ലഭിക്കുന്നു. അങ്ങനെ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്ന ആ പരമോന്നതമായ സ്വരൂപമല്ലയോ ഭഗവാനെ, അങ്ങനെ പ്രകാശിച്ചു വർത്തിക്കുന്ന ആ ഭഗവാൻ എനിക്കും എൻ്റെ ക്ലേശങ്ങളെ എല്ലാത്തെയും അകറ്റിത്തരണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിപ്പിക്കുന്നത്. താങ്ക് യു.